അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യമാണ് നാം ഇപ്പോൾ കേട്ടത്. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാ വാക്യങ്ങളിലും പ്രകടമാകുന്നുണ്ട്. നാം കേട്ട 3 വാക്യങ്ങളിലും ജനം ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷ നേരിട്ട് നടത്തുന്നതായി കാണുന്നില്ല. എങ്കിലും ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു അവരുടെ സങ്കടങ്ങൾ അറിയുന്നവനാണ്. യേശുവിനോട് കൂടെ എത്ര നാളായി ജനം പാർക്കുന്നു, അഥവാ യേശുവിൻ്റെ പ്രസംഗം കേട്ട് എത്ര സമയമായി തൻ്റെ മുൻപിൽ ജനം ഇരിക്കുന്നു എന്ന് കൃത്യമായി അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ സമയങ്ങളിൽ അവരാരും ഭക്ഷണം കഴിച്ചില്ല എന്ന് യേശുവിനറിയാം. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ല എന്നത് യേശുവിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിന് അവനോട് അലിവ് തോന്നുകയാണ്. ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത് അവരെ ഭക്ഷണം കഴിക്കുവാൻ വിട്ടയക്കണമെന്നാണ്. എവിടെ നിന്ന് ഭക്ഷണം മേടിക്കുമെന്നത് ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമല്ല. ആയിരക്കണക്കിന് ജനങ്ങൾ നിർജ്ജന പ്രദേശത്തു നിന്ന് എങ്ങനെ ഭക്ഷണം കണ്ടെത്തുമെന്നതും അവർക്കൊരു വിഷയമല്ല. അതെ, മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് ഉത്തരവാദിത്വം ഇല്ലാതെ വന്നാലും നമ്മെക്കുറിച്ച് നല്ല ഉത്തരവാദിത്വമുള്ളവനാണ് നമ്മുടെ കർത്താവ്. യേശു പറയുകയാണ്, ഞാൻ അവരെ പട്ടിണിയായിട്ട് വീട്ടിലേക്ക് വിട്ടാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. കാരണം അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. ദൂരത്തു നിന്നും വന്ന് ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ ഇരുന്ന് യേശുവിൻ്റെ ലാവണ്യവാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് യേശുവിന് തങ്ങളുടെ വ്യക്തിപരമായി മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട് എന്ന് ഒരുപക്ഷെ മനസ്സിലായി കാണുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം നമ്മെ അറിയുന്നതിനേക്കാൾ യേശു നമ്മെ അറിയുന്നതിനാൽ യേശു പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും ചിന്താകുലം ഉള്ളവരാകരുത് എന്ന്. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്നാണ്. 7 എന്ന് അവർ പറഞ്ഞു. യേശു പുരുഷാരത്തോട് നിലത്ത് ഇരിക്കുവാൻ കൽപ്പിച്ചു. കാരണം വിശക്കുന്ന വയറുമായി എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോകുവാൻ എഴുന്നേറ്റ് നിൽക്കുകയായിരിക്കാം. ശിഷ്യന്മാർ ഭയത്തോടെയാണെങ്കിലും ജനത്തോട് നിലത്തിരിക്കുവാൻ കൽപ്പിച്ചു. ജനം അവിടെ ഇരുന്നു. യേശുവിൻ്റെ വാക്കു കേട്ട് നിലത്ത് ഇരുന്നാൽ നിശ്ചയമായും വലിയ അടുക്കളയോ വലിയ കുട്ടയിൽ നിറയെ അപ്പമോ ഒന്നും കണ്ടെന്ന് വരികയില്ല. എന്നാൽ അനുസരിക്കുന്നവൻ്റെ മുൻപിൽ ചൂടേറിയ അപ്പം വിളമ്പുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ശക്തനാണ്. ചുരുക്കി പറഞ്ഞാൽ, യേശുവിൻ്റെ വാക്ക് കേട്ട് ജനത്തോടിരിക്കുവാൻ പറഞ്ഞ ശിഷ്യന്മാരുടെ വാക്ക് കേട്ട് നിലത്ത് അനുസരണത്തോടെ ഇരുന്ന ജനവും ഒരുപോലെ സന്തോഷിക്കുവാനുള്ള സാഹചര്യം കർത്താവ് അവിടെ ഉണ്ടാക്കി. ജനം തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു എന്നാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ പ്രസ്താവിച്ചത് യേശു നമുക്ക് ഭക്ഷണം തരുമെന്ന് പറയുവാനോ സൗഖ്യം തരുമെന്ന് പഠിപ്പിക്കുവാനോ അല്ല, മറിച്ച് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഈ ഭൂമിയിലുള്ള നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും യേശു പരിഹാരം വരുത്തി തരും എന്ന് മനസ്സിലാക്കുവാനാണ്. മിസ്രയീമിൽ നിന്നും ഒരു മോചനം ഇസ്രയേൽ ജനം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് അവർ ദൈവത്തോട് അറിയിച്ചില്ല. അവർ കരഞ്ഞ് നിലവിളിച്ചു. എന്നാൽ അവരുടെ മിസ്രയീമ്യ ഊഴിയ വിചാരകന്മാർ ഇസ്രയേൽ മക്കളുടെ മേൽ നിർത്തിയിരുന്ന ഇസ്രയേൽ ഊഴിയ വിചാരകന്മാരെ കഠിനമായി ഉപദ്രവിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഇസ്രയേൽ മക്കൾ ദൈവത്തോട് ഒരു വിടുതലിനായി പ്രാർത്ഥിച്ചില്ല. കാരണം അവരുടെ നോട്ടത്തിൽ മിസ്രയീമിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന ചിന്തയായിരുന്നു അവരെ ഭരിച്ചിരുന്നത്. അത്രയ്ക്കും ക്രൂരന്മാരും ശക്തന്മാരുമായിരുന്നു മിസ്രയീമ്യർ. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചില്ല. എങ്കിലും തൻ്റെ ജനം തന്നെ അറിയാതിരുന്നിട്ടും
ദൈവത്തിന് അവരോട് കരുണ തോന്നി അവരെ രക്ഷിച്ചു. യാക്കോബിൻ്റെ മകൻ ജോസഫിനെ കാട്ടുമൃഗങ്ങൾ ആഹാരമാക്കിയെന്ന് ചിന്തിച്ച യാക്കോബ് തൻ്റെ മകന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. കാട്ടുമൃഗം തിന്നുപോയ ജോസഫിനെ ദൈവം എങ്ങനെ തിരികെ തരുമെന്നാണ് യാക്കോബ് ചിന്തിച്ചത്. എന്നാൽ യാക്കോബിൻ്റെ വലിയപ്പനായ അബ്രഹാം ദൈവത്തെ തോൽപ്പിച്ചു കളഞ്ഞു. തൻ്റെ മകനെ ഇസ്ഹാക്കിനെ താൻ യാഗം കഴിച്ചാലും യാഗമായി തീർന്ന ഇസ്ഹാക്കിനെ ചാരത്തിൽ നിന്നും ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. അത്രമാത്രം നിർജീവമായ ശരീരങ്ങളിൽ നിന്നുള്ള മകനാണ് ഇസ്ഹാക്ക്. അതുകൊണ്ട് ദൈവം വിളിക്കുകയാണ്, അബ്രഹാമേ അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈ വയ്ക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, എത്രമാത്രം പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിഷയമാണെങ്കിലും യേശുവിൽ ആശ്രയിച്ചു കൊള്ളുക. നമ്മുടെ ക്ഷീണം അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നാം അതിദൂരത്തു നിന്ന് വന്നവനാണ് എന്ന് അറിയുന്നവനാണ് യേശു. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് തെറ്റുപറ്റാതെ യേശുവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു കൊള്ളുക. അതോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറപടിയായി നിവർത്തിച്ചു തരുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇന്നും വിശ്വസ്തനാണ്. ഒരു വ്യവസ്ഥ മാത്രമേ യേശു വെച്ചിട്ടുള്ളൂ, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക എന്നതാണ് ആ വ്യവസ്ഥ. അത് പ്രമാണിക്കുന്നവനെ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിനോട് ഉപമിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലെ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിച്ചാൽ യേശു നമുക്ക് തരുന്ന കൽപ്പനകൾ ചുരുക്കമായി കാണുവാൻ സാധിക്കും. നാം അതനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും നാം യേശുവിനെ വിട്ട് ഒരിക്കലും പോവുകയില്ല. കാരണം പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റിനോ രോഗവും ക്ഷീണവുമാകുന്ന പേമാരിക്കോ നമ്മെ തകർത്ത് കളയുവാനോ ഒഴുക്കി കളയുവാനോ കഴിയുകയില്ല. കാരണം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ നാം തുല്യരായിത്തീരും. ആകയാൽ യേശുവിൽ ആശ്രയിച്ച് അവൻ്റെ വചനം പ്രമാണിച്ച് നിത്യജീവനെ നമുക്ക് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊടുക്കണമേ. ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം അങ്ങ് വരുത്തി കൊടുക്കണമേ. അങ്ങനെ കൽപ്പനകൾ പ്രമാണിച്ച് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.